ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2055. ഇന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതി 228-ാമത്തെ ദിവസത്തിലെത്തി. 12 വയസ്സോളം പ്രായമുള്ള യായിറോസിന്റെ മകളെ മരണത്തിൽ നിന്ന് യേശു ഉയർപ്പിക്കുന്ന വളരെ വിസ്മയകരമായ കാര്യം സുവിശേഷങ്ങളിൽ നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുണ്ട്. എല്ലാവരും മരിച്ചുപോയ ആ ബാലികയുടെ സമീപത്തിരുന്ന് വിലപിക്കുകയായിരുന്നു. അങ്ങനെയാണ് പതിവായി എല്ലായിടത്തും എല്ലാ കാലത്തും എല്ലാവരും ചെയ്യുന്നത്. മരണത്തോടും പതിയെ സ്നേഹമൊക്കെ കൂടിത്തുടങ്ങും. മരിക്കുന്നത് മുതലാണ് നമ്മൾ ഒരാളെ കാര്യമായിട്ടൊന്ന് ഓർത്തെടുക്കുന്നത് പോലും. പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടും, കരയുകയും വിലപിക്കുകയും അവളെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യും. എൻ്റെ നിങ്ങളുടെയുമൊക്കെ ഭൂമിയിലെ സ്നേഹ പ്രകടനങ്ങളെ എപ്പോഴെങ്കിലും ഒന്ന് കുറച്ച് ദൂരം മാറി നിന്ന് ഒന്ന് വിലയിരുത്തിയിട്ടുണ്ടോ? വളരെ അത്ഭുതം തോന്നും കേട്ടോ. വേറൊന്നുമല്ല, അതങ്ങനെ കാടടച്ച് വെടിവെക്കൊന്നുമല്ല. എന്തുമാത്രം ആത്മാർത്ഥത അതിനകത്തുണ്ട് എന്നതാണ്. അത് ഒരു ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി മാത്രം മാറുന്നു. അത് മിക്കവാറും ആരംഭിക്കുന്നത് ഏതാണ്? സ്നേഹവും അനുകമ്പയും അനുഭാവവും താല്പര്യവും ഒക്കെ ആരംഭിക്കുന്നത് പോലും മരണത്തോടെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പലരെയും സ്നേഹിക്കാനായിട്ട് ഇങ്ങനെ കാത്തു നോക്കിയിരിക്കുകയാണ്. എന്നു മുതലാ? എപ്പോൾ തൊട്ടാ? അവർ മരിച്ചെന്ന് കേൾക്കുന്നത് മുതൽ. കഷ്ടമാണല്ലേ? നമ്മൾ ഓരോരുത്തരുടെയും ആത്മീയ ഭൗതിക ജീവിതത്തെ കുറെ കൂടി സൂക്ഷ്മമായി ഒന്ന് അടുത്ത് കണ്ട് വിലയിരുത്തേണ്ടതാണ്. ജീവിച്ചിരിക്കെ നമുക്ക് ഒരാളെ ഒന്ന് അംഗീകരിക്കാനായിട്ട്, സ്വീകരിപ്പാനായിട്ട്, സ്നേഹിപ്പാനായിട്ട് കുറച്ചേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. മരിച്ചു കഴിയുമ്പോഴോ അവരുടെ നന്മകളൊക്കെ ഓർത്തെടുക്കാനായിട്ട് ഞാനും വല്ലാതെ ധൃതി കൂട്ടുന്നുണ്ട്, തിരക്കിടുന്നുണ്ട്. ജീവിച്ചിരിക്കെ തന്നെ ആയിരുന്നെങ്കിൽ കുറെ കൂടി ഹൃദ്യമാവുമായിരുന്നു. പരസ്പരമുള്ള ഇടപെടലുകൾ മുഴുവൻ, പരസ്പരമുള്ള കണ്ടുമുട്ടലുകൾ, ഒരുമിച്ചുള്ള കുഞ്ഞു കുഞ്ഞു പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ യായിറോസിന്റെ മകളെ, 12 വയസ്സ് പ്രായമുള്ള മകളുടെ ആ മരണക്കിടയ്ക്ക് ചുറ്റും ഇരുന്ന് വിലപിക്കുന്നവരെ നോർത്താൽ മതി. അതിലൊരാൾ ഞാനുമാണ്. പാവം കൊച്ചായിരുന്നു, പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഇത്രയും ആയുസ് കുറഞ്ഞു പോയല്ലോ, കഷ്ടമായി. കുറെ കാലവും കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഇവൾ ആരാകുമായിരുന്നു. ഇങ്ങനെയൊക്കെ അവൾ ജീവിച്ചിരുന്നപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അത് അവളുടെ ജീവിതത്തിൽ എന്തുമാത്രം പുത്തൻ ഊർജം കൈമാറി കിട്ടിയനെ. അവളുടെ നിരാശകളെയൊക്കെ അവൾക്ക് ഒരു പരിധി വരെ, അവർക്ക്, അവന്, അവൾക്ക്, ആർക്കും നിരാശകളെയൊക്കെ ഒരു പരിധി വരെയും വിട്ട് പ്രത്യാശയിലേക്ക് കുതിക്കാമായിരുന്നു. അതെ, ജീവിച്ചിരിക്കെ തന്നെ ഒപ്പമുള്ളവരെ, ദൂരത്തുള്ളവരെ, പരിചിതരെ ഒക്കെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങാനായിട്ട്, അപരിചിതരെ പരിചിതരാക്കാനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. ആമേൻ.